വ്യക്തികളെയും സമൂഹത്തെയും ആരോഗ്യമുള്ളവരാക്കുന്നതിൽ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ദുബായ് പോലീസ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് സന്തോഷം പകരുന്നതിൽ ഒരു വെൽനസ് ട്രെയിനറായി പ്രവർത്തിക്കുന്നത് ഒരു മലയാളിയാണ്. അവരെ പരിചയപ്പെടാം. കോഴിക്കോട്ടെ നടക്കാവിൽ നിന്നാണ് ഡോക്ടർ സ്മിത പ്രഭാകർ 2 പതിറ്റാണ്ട് മുമ്പ് ദുബൈയിലേക്ക് ചേക്കേറിയത്. മറ്റൊരാളുടെ മുഖത്ത് വിരിയുന്ന ചിരിയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ അധിക കാലം വേണ്ടി വന്നില്ലെന്ന് പറയുന്നു ഈ ഡോക്ടർ. സന്തോഷത്തോടെ ഇരിക്കാൻ ചില ടെക്നിക്കുകളുമുണ്ട് ഡോക്ടറുടെ പക്കൽ. ശരീരത്തിന് അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു ഡോക്ടറെ കാണിക്കും. പക്ഷേ നമ്മളൊരു സങ്കടവും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ ആരെ കാണിക്കും? അങ്ങനെ ഒരു ഹാപ്പിനെസ് ഡോക്ടർ നമ്മുടെ കൂടെയുണ്ട്, ഡോക്ടർ സ്മിത പ്രഭാകർ. വെൽക്കം മാം. സന്തോഷം ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല. എന്താണ് സന്തോഷം? എന്താണ് സന്തോഷം? സന്തോഷം ഇസ് വെരി വെരി സബ്ജക്റ്റീവ്. ഇപ്പം വാട്ട് മേക്സ് യു ഹാപ്പി മൈറ്റ് നോട്ട് മേക്ക് മീ ഹാപ്പി, അല്ലേ? എന്നെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം സന്തോഷം ഇസ് ഓൾസോ വെരി ഡൈനമിക്. നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി എക്സ്റ്റാറ്റിക് മൊമെൻ്റ് ആയിരിക്കും സന്തോഷത്തിന്. ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇമ്മീഡിയറ്റ്ലി ഡ്രോപ്പ് ഡൗൺ. ഇത് നമ്മുടെ ഒരു പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് മാതിരി ഒരു ജേർണി ഉണ്ട്. നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് ഒരു സാധനം അച്ചീവ് ചെയ്യാനുള്ള അവിടെ എത്തുന്ന വരെ ദിസ് ജേർണി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹവ് ഓൾറെഡി അച്ചീവ്ഡ് ഇറ്റ്. അപ്പം ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ ബിക്കോസ് ദ അച്ചീവ്മെൻറ്റ് ഇസ് ദർ, റൈറ്റ്? ആ ഒരു മൊമെൻറ്റിൽ ഇറ്റ്സ് എ മൊമെൻ്ററി ഹാപ്പിനെസ്, ദെൻ ഇറ്റ് ഗോസ് ഡൗൺ. So, most important thing is that how happy are you in this journey? സമ്മർദ്ദങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു തരും ഈ ഡോക്ടർ. അതിങ്ങനെയാണ്. സ്ട്രെസ് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് എ മൊമെൻറ്റ്, അതിനെ റിയാക്ട് ചെയ്യാണ്ടിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതിനുള്ള കുറച്ച് ടൂൾസ് ഉണ്ട് വിച്ച് ഹാസ് ടു ബി പ്രാക്ടീസ് റെഗുലർലി. റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. വൈ ഇസ് ദ സ്ട്രെസ് കമ്മിങ് ഇൻ? അതിനെപ്പറ്റി ഒരു ചിന്തിക്കാൻ ഒരു മൊമെൻറ്റ് എടുക്കണം ബിഫോർ യു റിയാക്ട്. ആൻഡ് ദെൻ സ്റ്റോപ്പ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. Observe your breath. Where does it go? Where does it move? Where does it move through your body? Exhale. You're breathing in, breathing into your nose, into your chest, and into your abdomen. മാം, ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിലുണ്ടാവും. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും. ഇവരോട് നമ്മൾ എന്താണ് ചെയ്യാൻ പറയുന്നത്? We have to let that person mourn whatever he's gone through. Feel the emotions. We let them be. അതിനുശേഷം we do many things, many techniques. And എല്ലാ ടെക്നിക്സും ഫ്രീ ആണ്. It is simple techniques to get started. And for example, breath work, breath regulation. Breath regulation ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒരു calmness, they will start bringing the calmness inside. അതിനുശേഷം I will just do a small little exercise. അപ്പോൾ നിങ്ങൾക്ക് ഒരു trauma, you're going through a trauma or some major situation happening in your mind. ഒരു 2-3 minutes കൊണ്ട് you can alter the way you think about that trauma, the energy connected to that trauma. അത് കഴിഞ്ഞിട്ട് there is a specific practice of meditation. ഇത് സഡൻലി നമ്മൾ സ്ട്രെസ് പോകുമ്പോൾ I'll just go and meditate എന്ന് പറഞ്ഞാൽ നടക്കില്ല. This is a practice which you should continuously do it throughout your life, right? Because it will take only 10 minutes or 20 minutes. പക്ഷേ this is going to give your brain a training how to handle stress. ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിക്കണം. The first thing is regulating your sleep. നമ്മൾ ഉറക്കമാണ് മെയിൻ വില്ലൻ, റൈറ്റ്? സ്ലീപ്പ് നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ നമ്മൾ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. The next thing is nutrition. The third thing is about exercise. Simple exercises, at least movement, walking. 30 to 40 minutes of physical activity is mandatory.
കോഴിക്കോട്ടെ നടക്കാവിൽ നിന്ന് ഈ ദുബൈ എന്ന മഹാനഗരത്തിലേക്കുള്ള ഒരു യാത്രയുണ്ട്. ഏകദേശം 20 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടുത്തെ റോയൽ ഫാമിലിയൊക്കെ അടക്കം ട്രെയിൻ ചെയ്യുന്നു. ആ ഒരു ജേണി എങ്ങനെയാണ്? ജേണി ഒരു എന്താ പറയുക, ഒരു ലൈഫ് ടൈം ജേണി എന്ന് തന്നെ പറയാം. ഒരു ഫസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ റേഖി എന്ന് പറഞ്ഞൊരു ഹീലിംഗ് മൊഡാലിറ്റി ഉണ്ട്, എനർജി ഹീലിംഗ്. സോ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ദാറ്റ്. ഐ ഗോട്ട് ദ മാസ്റ്ററി ഇൻ ദാറ്റ്. അപ്പോഴേ എനിക്കറിയാം എൻ്റെ ലൈഫിൽ അറ്റ് ദി എൻഡ് ഓഫ് മൈ ലൈഫ് അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു ബിക്കോസ് ദിസ് ഫുൾഫിൽസ് മീ. ആൻഡ് ഇത് എനിക്ക് വളരെയധികം ഉള്ളിൽ സന്തോഷം. വെൻ യു ആർ ഏബിൾ ടു ഹെൽപ്പ് സംബഡി വിത്ത് എ സ്മൈൽ ഓർ എ ടോക്ക് ഓർ എ ടച്ച്, ഒരാളുടെ ലൈഫ് കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായ, ഐ എം നോട്ട് സെയിങ് ലൈക്ക് ക്രിയേറ്റിംഗ് മിറക്കിൾസ്, കുറച്ചൊന്ന് ബെറ്ററായ, ദാറ്റ് വാസ് ഗിവിങ് മീ സോ മച്ച് ഓഫ് ജോയ്. സോ ഐ ഓൾവേസ് ന്യൂ ദിസ് ഈസ് മൈ ഡീപ്പസ്റ്റ് പർപ്പസ്. അപ്പം അന്ന് അത് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് വേ ലോങ് അഗോ. അതുകൊണ്ട് എൻ്റെ ഹോൾ ജേർണിയിൽ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനായിരുന്നു ടു മൈ എൻറ്റയർ ജേർണി ടുവേർഡ്സ് വാട്ട് ഐ വാസ് ഡൂയിങ് റൈറ്റ് നൗ. സന്തോഷമാണ് ജീവിതത്തിൻ്റെ കാതലെന്ന് പറഞ്ഞു വെക്കുന്നു ഡോക്ടർ സ്മിത പ്രഭാകർ. ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ കുറച്ച് സമയമെങ്കിലും സ്വന്തത്തിനായി നീക്കിവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.